നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ചരിത്രം തിരുത്തി കുറിച്ചിരിക്കുന്നു. 40 വർഷത്തെ നോക്കൗട്ട് സ്റ്റേജിൽ വിജയമില്ലെന്ന ആ ചരിത്രം അവർ തിരുത്തിയിരിക്കുന്നു. അതോടൊപ്പം പെലെക്ക് ശേഷം ഒരു വേൾഡ് കപ്പ് മത്സരം സ്റ്റാർട്ട് ചെയ്യുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരവും ഈ മത്സരത്തിൽ ഉണ്ടായിരിക്കുന്നു. റെഡ് കാർഡ്, മുഖം പൂത്തിയതിനുള്ള റെഡ് കാർഡ്, അത് ഈ പുതിയ നിയമം അനുസരിച്ച് രണ്ടാമത്തെ റെഡ് കാർഡ് ഇവിടെ പിറന്നിരിക്കുന്നു. ജൂഡ് ബെല്ലിംഗാം അതിനിടയ്ക്ക് രക്ഷപ്പെട്ടു പോയി, അത് വേറെ കാര്യം. പക്ഷേ ഏതായാലും മെക്സിക്കോ ഇൻ സ്റ്റൈൽ ഇക്വഡോറിനെ പുറത്താക്കിക്കൊണ്ട് വേൾഡ് കപ്പിൻ്റെ റൗണ്ട് ഓഫ് 16 കടന്നുപോയിരിക്കുന്നു. 2-0 വിജയമാണ്. 2 വെടിച്ചില്ല് ഗോളുകൾ. ഹൂലിയൻ കിനോനസിൻ്റെ കിടിലൻ ഗോളും അതിനൊത്തവണ്ണം തന്നെ റൗൾ ഹിമനസിൻ്റെ ഗോളും വന്നപ്പോൾ മറുപടി ഉണ്ടായിരുന്നില്ല ലാറ്റിൻ അമേരിക്കൻ ടീമായ ഇക്വഡോറിന്. 2 കിടിലൻ ഗോളുകൾ, 2-0 തകർപ്പൻ വിജയം. ഇതിലെടുത്ത് പറയേണ്ട ഒരു പേര് ഗിൽബർട്ടോ മോറയുടേതാണ്. 17 വയസ്സും 259 ദിവസവുമാണ് അവൻ്റെ പ്രായം. അവൻ ഈ കളി സ്റ്റാർട്ട് ചെയ്തതോടുകൂടി അവൻ സെക്കൻഡ് യങ്ങസ്റ്റ് പ്ലെയർ എവർ ടു സ്റ്റാർട്ട് എ വേൾഡ് കപ്പ് നോക്കൗട്ട് മാച്ച്. ഒരു വേൾഡ് കപ്പിൻ്റെ നോക്കൗട്ട് മത്സരത്തിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ രണ്ടാമത്തെ താരമായിട്ട് അവൻ മാറി. പെലെക്ക് ശേഷം പെലെയാണ് ഒന്നാമത്. 17 വയസ്സും 239 ദിവസവും പ്രായമുള്ളപ്പോഴാണ് അദ്ദേഹം നോക്കൗട്ട് സ്റ്റേജിൽ വേൾഡ് കപ്പിൽ ബൂട്ടുകെട്ടിയത്. ഏതായാലും ഗിൽബർട്ടോ മോറ പെലെക്ക് ശേഷം ആ റെക്കോർഡിലേക്ക് എത്തുന്നു. കളിയിൽ നമ്മൾ പിഴോ ഹിൻകപ്പി സെൻഡ് ഓഫ് ചെയ്യപ്പെടുന്ന കാഴ്ച കണ്ടു. അദ്ദേഹം മുഖം പൊത്തി, അത് കളിയുടെ അവസാനത്തിലാണ്, മുഖം പൊത്തി സംസാരിച്ചു എതിരാളിയോട് എന്നുള്ളതാണ്. നേരത്തെ ബെല്ലിംഗാം ഇത്തരത്തിലുള്ള ഒരു ഒഫൻസിൽ നിന്ന് രക്ഷപ്പെട്ടു പോയ കാഴ്ചയും നമ്മൾ കണ്ടിരുന്നു. ഏതായാലും ആ റെഡ് കാർഡ് അത് ഇതിൻ്റെ ഡ്രമാറ്റിക്കലായിട്ടുള്ള എഫക്റ്റ് ഒന്നുകൂടി വർദ്ധിപ്പിക്കുകയും ചെയ്തു. ഇനി മെക്സിക്കോ ഈ റൗണ്ട് ഓഫ് 16 നേരിടാൻ പോകുന്നത് ഇംഗ്ലണ്ട് വേഴ്സസ് DR കോങ്കോ മത്സരത്തിലെ വിജയികളെയാണ്. ഏതായാലും ഇപ്പോൾ സംഭവിച്ചത് 40 വർഷങ്ങൾക്ക് ശേഷം LTV അവരുടെ വേൾഡ് കപ്പ് നോക്കൗട്ട് മത്സരം സ്വന്തമാക്കിയിരിക്കുന്നു. നോക്കൗട്ട് മത്സരം വിജയിച്ചിരിക്കുന്നു. ഏതായാലും 2-0 വിജയം. മത്സരത്തിൽ മെക്സിക്കോയുടെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ഹിമനസും കിനോനസും അൽവരാഡയും ഒക്കെ ഒരുമിച്ചിറങ്ങിയപ്പോൾ മറുഭാഗത്ത് എനർ വലൻസിയയും പ്ലാറ്റയും കൈസയുടെയും ഒക്കെ ചേർന്നുകൊണ്ട് തന്നെയാണ് ഇക്വഡോറിൻ്റെയും മുന്നേറ്റങ്ങൾ നയിച്ചത്. കളിയിൽ 22ാമത്തെ മിനിറ്റിൽ ഞെട്ടിച്ച ഗോളുമായിട്ട് കിനോനസ് അദ്ദേഹത്തിൻ്റെ ടീമിനെ മുന്നിലെത്തിച്ചു. 31ാമത്തെ മിനിറ്റിൽ റൗൾ ഹിമനസിൻ്റെ തത്തുല്യമായ മികവുള്ളൊരു ഗോള് കൂടി വന്നതോടെ 2-0 ലീഡിലേക്ക് അവർ കടന്നുപോയി. ശ്രമങ്ങൾ നടത്തി ഇക്വഡോറെങ്കിലും ആധിപത്യം തീർച്ചയായിട്ടും അവസരങ്ങൾ കൂടുതൽ ഉണ്ടാക്കിയതൊക്കെ മെക്സിക്കോ തന്നെയായിരുന്നു. അർഹിച്ച വിജയത്തോടുകൂടി ആതിഥേയർ റൗണ്ട് ഓഫ് 16 കടന്നിരിക്കുന്നു. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.